ഇത് ആഴിമല ശിവക്ഷേത്രം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയായ 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര ശില്പത്താൽ വളരെ പ്രശസ്തമാണ് ഇവിടം. തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രവും ശില്പവും ഉള്ളത്. ഒരു ക്ഷേത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു ശില്പത്തിലൂടെ ഒരു നാടിന് എങ്ങനെ വികസിക്കാൻ കഴിയും എന്നുള്ളതിന്റെ കേരള മാതൃകയാണ് ഗംഗാധരേശ്വര ശില്പം. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ തൃശൂലധാരിയായ ശിവന്റെ ഈ മഹത്തായ ശില്പം കാണുന്നതിനായി ലക്ഷക്കണക്കിന് സന്ദർശകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവഭഗവാന്റെ ശില്പത്തിന്റെ പിന്നിലെ വലതുകൈയിൽ ഡമരുവും മുൻ വലതുകൈ തുടയിൽ ഊന്നിയിരിക്കുന്ന വിധത്തിലും പിന്നിലെ ഇടതുകൈയിൽ തൃശൂലവും മുൻ ഇടതുകൈ ജടയ്ക്കുള്ളിലേക്ക് കയറ്റി ഉയർത്തിയ വിധത്തിലുമാണ് ശില്പം ചെയ്തിരിക്കുന്നത്. 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നിരിക്കുന്നതിനാൽ ഉപ്പുകാറ്റിനെ പ്രതിരോധിക്കും വിധമാണ് അതിന്റെ നിർമ്മാണം. 18 മീറ്റർ ഉയരമുള്ള ശിവഭഗവാന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ഈ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം ഇത്രയധികം പ്രസിദ്ധമായതും ജനലക്ഷങ്ങൾ എത്തിത്തുടങ്ങിയതും. ക്ഷേത്ര സംബന്ധിയായ ആചാര സംബന്ധിയായ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ശില്പിയാണ് അതിമനോഹരവും ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയതുമായ ഈ മഹത് ശില്പം നിർമ്മിച്ചത്. 2014 ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കി ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ശിവരൂപത്തിന് താഴെയായി 3500 ചതുരശ്ര അടിയിലുള്ള ഒരു ധ്യാന മണ്ഡപവും ഉണ്ട്. ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ 27 പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത്. മണ്ഡപത്തിൽ ശിവഭഗവാന്റെ ശയനശില്പം, അർദ്ധനാരീശ്വര ശില്പം, 9 നാട്യഭാവങ്ങൾ, ശിവചരിത ശില്പങ്ങൾ എന്നിവയും ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ അതിമനോഹരമായ ഒരു ബീച്ചുമുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കാൻ ശ്രമിക്കുക. ഇവിടുത്തെ മനോഹരമായ സൂര്യാസ്തമയം ഒരിക്കലും മറക്കാൻ